ലഹരിക്കെതിരെ വ്യത്യസ്തമായ ബോധവൽക്കരണം നടത്തി ബാലരാമപുരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് ഫുട്ബോൾ മത്സരത്തിലൂടെ ലഹരിക്കെതിരെ ഒരു ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തിയത്. പോലീസും എക്സൈസും അധ്യാപകരും PTA സംയുക്തമായി നടത്തിയ ഈ ക്യാമ്പിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് പങ്കെടുത്തതും. അങ്ങനെ അവരുടെ ലഹരിക്കെതിരെയുള്ള വ്യത്യസ്തമായ ഒരു ക്യാമ്പയിനായിരുന്നു ഇത്. നമ്മുടെ ലോകം ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വലിയ വിപത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള കായിക മത്സരങ്ങൾ സ്കൂൾ തലത്തിൽ സംഘടിപ്പിക്കുമ്പോൾ ലഹരി എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളുടെ കായികപരമായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ കലാപരമായിട്ടുള്ള പ്രോത്സാഹനം കൂടെ നമ്മുടെ സ്കൂളിൽ നൽകുന്നുണ്ട്. തീർച്ചയായും ഈ ലഹരി വിമുക്ത ക്യാമ്പയിൻ എല്ലാവർക്കും മാതൃക ആകണം എന്നാണ് ബാലരാമപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ PTA അടക്കം അധ്യാപകരടക്കം തുടങ്ങിയ എല്ലാവരും നാട്ടുകാരുടെ എല്ലാ അടക്കം പ്രോത്സാഹനത്തോടുകൂടിയാണ് നമ്മൾ ഇന്ന് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ പടർന്നു പിടിക്കുന്ന ലഹരി മാഫിയകളെ എങ്ങനെ ഉന്മൂലനം ചെയ്യാമെന്ന നിരവധി വിഷയങ്ങളാണ് വിദ്യാർത്ഥികളും ചർച്ച ചെയ്തത്. ഒരു വ്യത്യസ്തമായ ഒരു റാലി എന്നുള്ള രീതിയിലാണ് നമ്മൾ നടത്തുന്നത്. ലഹരി പഠനത്തിനും അതുപോലെ തന്നെ കായിക കലാവേദികളിലും മാത്രം ആവട്ടെ എന്നുള്ളൊരു സന്ദേശമാണ് ഇന്ന് നമ്മൾ നൽകുന്നത്. ലഹരി പദാർത്ഥങ്ങൾക്ക് ഒരു വലിയൊരു നോ എന്നുള്ളൊരു സന്ദേശം നമ്മുടെ സ്കൂളിൽ നിന്ന് നമ്മുടെ പൊതുസമൂഹത്തിനെ അറിയിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇന്ന് സമൂഹത്തെ കാർന്നുകൊണ്ടിരിക്കുന്ന ഈ മാരക വിപത്തിനെതിരെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരു വലിയ ബോധവൽക്കരണമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം കൂടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കായികമാണ് ലഹരി എന്ന ഒരു സന്ദേശം ഉയർത്തിക്കൊണ്ട് ഇന്ന് ലോകമാകെ വേൾഡ് കപ്പിൻ്റെ ഒരു ലഹരിയിലാണ്. ഇതോടൊപ്പം തന്നെ ഒരു ഫുട്ബോൾ മത്സരവും കൂടെ സംഘടിപ്പിച്ചുകൊണ്ട് ലഹരിമുക്ത ക്യാമ്പസായി പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായി വ്യത്യസ്ത പരിപാടികളും ബോധവൽക്കരണ പരിപാടികളും ഇവിടെ സംഘടിപ്പിക്കുന്നു. പോലീസിനും എക്സൈസിനും ലഹരി മാഫിയകളെക്കുറിച്ചുള്ള റിപ്പോർട്ടും ഇനി വിദ്യാർത്ഥികൾ ചെയ്യുമെന്ന് അവർ പ്രതിജ്ഞയെടുത്താണ് ഈ ലഹരി വിരുദ്ധ പരിപാടി സംഘടിപ്പിച്ചത്. നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തി അവരുടെ അഭിപ്രായങ്ങളും പങ്കുവച്ചത്. തീർച്ചയായിട്ടും ലഹരി എന്ന് പറയുന്നത് നമുക്ക് ഈ ലഹരി വസ്തുക്കളിൽ നിന്ന് മാറി ഈ കായികപരമായിട്ടുള്ള ലഹരി എന്ന് പറയുന്ന വളരെ നല്ലൊരു ആശയമാണ്. അത്തരത്തിലുള്ളൊരു ഫുട്ബോൾ മത്സരം അല്ലെങ്കിൽ ഈ ഫുട്ബോൾ അല്ലെങ്കിൽ ലോകകപ്പ് നടക്കുന്ന ഈ അവസരത്തിൽ കളിക്ക് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ കായികമാണ് ലഹരി എന്ന അർത്ഥത്തിൽ ഈ സ്കൂളിൽ ഇന്നൊരു ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. അതും വളരെ നല്ലൊരു കാര്യമാണ്. അതിന് എക്സൈസ് വകുപ്പിൻ്റെ എല്ലാവിധ പിന്തുണയും നൽകുന്നു. ബാലരാമപുരം സ്കൂളിൽ നിന്ന് വളരെ അഭൂതപൂർവമായ ഒരു പാർട്ടിസിപ്പേഷനാണ് ഇതിനകത്ത് ഉണ്ടായിട്ടുള്ളത്. ഇത് ഫുട്ബോളിൻ്റെ ഒരു തരംഗം നിലനിൽക്കുന്നതുകൊണ്ട് ആൾക്കാരുടെ ശ്രദ്ധ ഫുട്ബോളിൽ അധികമായിട്ട് വരുന്നതുകൊണ്ട് അത് ലഹരിയുടെ ഉപയോഗത്തെക്കുറിച്ച് മോശം ഉപയോഗത്തെക്കുറിച്ച് നമ്മൾ അവരെ ബോധവൽക്കരണം ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഈ ഫുട്ബോൾ അത് കണക്ട് ചെയ്ത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അത് നല്ല വിജയമാണ്. ഇത് ഒരു വേറിട്ട ഒരു ഇത് തന്നെയായിരുന്നു. അത് സമൂഹത്തിൽ അതിന് വളരെ വലിയൊരു ഇമ്പാക്റ്റ് തന്നെ ഉണ്ട്. ലഹരി ഉപയോഗം ഇങ്ങനെ ഉള്ള ബോധവൽക്കരണ പരിപാടികളിലൂടെ നമുക്ക് കുറച്ച് അത് നിർമ്മാർജ്ജനം ചെയ്യാമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കുട്ടികൾക്ക് ഇതൊരു പ്രചോദനമാകുന്ന ഒരു രീതിയിലാണ് നമ്മളിവിടെ ഇന്ന് സംഘടിപ്പിച്ചത്. അതുപോലെ തന്നെ ഫുട്ബോൾ ഹരം കുട്ടികൾക്ക് ലഹരിയല്ല, കളിയിലൂടെ നമുക്ക് ലഹരിയെ മാറ്റി നിർത്താം എന്നൊരു സന്ദേശവും കൂടിയാണ് നമ്മൾ ഇന്നിവിടെ ജനങ്ങൾക്ക് മുന്നിലായിരുന്നാലും വിദ്യാർത്ഥികളും കൂടി സംഘടിപ്പിച്ചത്. അതിന് നമ്മുടെ PTA അംഗങ്ങളും അതുപോലെ തന്നെ സ്കൂളിൻ്റെ മേലധികാരി ഉൾപ്പെടെ എല്ലാ അധ്യാപകരും ഇതിന് വളരെ സപ്പോർട്ടായിരുന്നു. അതുപോലെ തന്നെ എടുത്തു പറയാനുള്ളത്, ഇങ്ങനെ ഒരു വ്യത്യസ്ത പരിപാടി നമ്മുടെ ഈ ബാലരാമപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊണ്ടുവരാൻ നമ്മുടെ കുട്ടികൾ നമ്മുടെ കൂടെ നിന്നു. അതുപോലെ അധ്യാപകർക്കും PTA ഭാരവാഹികൾക്കും എല്ലാവിധ ആശംസകളും PTAയുടെ പേരിൽ നേരുന്നു.